നിങ്ങൾക്കറിയാം, ബദറിൽ പങ്കെടുക്കാതെ ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്വഹാബാക്കൾ ആരെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രിയുമായ റുഖിയ ബീവി റളിയല്ലാഹു അൻഹുവിനെ ശുശ്രൂഷിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയായിരുന്നു. അബൂ ഉമാമത്ത് ഇബ്നു സഅലബ റളിയല്ലാഹു അൻഹു രോഗിയായ തന്റെ ഉമ്മയെ ശുശ്രൂഷിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയായിരുന്നു. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു മദീനയിലെ അധികാരസ്ഥനായി റൗഹ എന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ തിരിച്ചയച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മദീനയിൽ ജനങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. ആസിം ഇബ്നു അദിയ് റളിയല്ലാഹു അൻഹു ഖുബാഅ്കാർക്കും മദീനയുടെ മുകൾ ഭാഗത്ത് താമസിക്കുന്നവർക്കും പ്രതിനിധിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ നിയമിച്ചു. ഫവാത്ത് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഹാരിസ് ഇബ്നു സിമ്മ റളിയല്ലാഹു അൻഹു കാൽ പൊട്ടിപ്പോയതിന്റെ പേരിൽ ഇരുവർക്കും യാത്ര തുടരാൻ സാധിച്ചില്ല. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു സഊദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ഖുറൈശികളുടെ കച്ചവട സംഘത്തിന്റെ വിവരം അന്വേഷിക്കുന്നതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരെ പറഞ്ഞയച്ചിരുന്നു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പാമ്പ് കടിയേറ്റതിന്റെ പേരിൽ അദ്ദേഹം മദീനയിൽ തങ്ങുകയായിരുന്നു. ബദരീങ്ങളുടെ കാവലും രക്ഷയും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.